ഭരണം പോകുന്നതായപ്പോഴത്തേക്ക് പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിട്ട ലഹരി കച്ചവടക്കാരെയും മറ്റുള്ളവരെയൊക്കെ തിരികെ എടുക്കാനുള്ള ഒരു നീക്കം CPM ആരംഭിച്ചു. കൂട്ടത്തോടുകൂടി എല്ലാവർക്കും ഇനി മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അതാ നമുക്ക് എന്തായാലും ഇനി ഭരണമൊന്നുമില്ല, നമ്മൾ ഇനി പ്രതിപക്ഷത്തിൽ സമരം ചെയ്യാൻ ആൾ വേണമല്ലോ. ഇത്ര ദിവസം ഇപ്പോൾ 10 വർഷം സുഖമായി ആസ്വദിച്ചിരിക്കുകയായിരുന്നല്ലോ. ആവശ്യത്തിന് ഗുണ്ടകളെ ഓൾറെഡി പിന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം BJP CPM BJP BMS അതുപോലെ പിന്നെ സംഘപരിവാർ സംഘടനകളിൽ ഗുണ്ടായുസവും മറ്റുമായിട്ട് നടന്ന ഒരുപാട് പേരെ മന്ത്രിമാരടക്കം ചേർന്ന് മാലയിട്ട് സ്വീകരിക്കുന്ന കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിങ്ങളുടെ നാട്ടിൽ നമ്മുടെ ആരോഗ്യമന്ത്രി തന്നെ അതാണ് ഞാൻ പറഞ്ഞത്. ഈ സ്വീകരിച്ചതിന്റെ പിറ്റേന്ന് തന്നെ ഇവന്മാർ അടുത്ത വെട്ടുകേസിനും കുത്തുകേസിനും പ്രതികളായിട്ടുണ്ട്. കഞ്ചാവ് വരെ ഒരുത്തന്റെ കയ്യിൽ നിന്ന് പിടിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം വിശുദ്ധരാക്കി മാറ്റി CPMലേക്ക് കൊണ്ടുവരികയാണ്. കാരണം ഇനി അവർക്ക് 5 വർഷം വരാൻ പോകുന്നത് യുദ്ധമാണ്, യുദ്ധം. അതെ അതെ, 5 വർഷം ഇനി വിടരുതല്ലോ. 5 വർഷം പിന്നെ ഇവിടെ എന്തൊക്കെ നശിപ്പിച്ചാൽ പറ്റും. മാത്രമല്ല അണികളൊക്കെ അങ്ങ് ക്ഷീണിച്ചു പോയി. കാരണം 10 വർഷം ഈ അധികാരം ആസ്വദിച്ച് സൂചിച്ചങ്ങ് ഇരുന്നും പോയി. ഇനി വേലുള്ള ചിലവർക്ക് ബുദ്ധിമുട്ടുമാണ്. ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ആലപ്പുഴയിലെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭയുടെ കഴിഞ്ഞ നഗരസഭയുടെ ഇപ്പോഴത്തെ അല്ല കഴിഞ്ഞ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായിരുന്ന ഷാനവാസ്. അദ്ദേഹത്തിന്റെ ലോറിയിലാണല്ലോ മറ്റേ ഒരു ലോറി പുകയില കരുനാഗപ്പള്ളിയിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. 1 കോടി രൂപ വില വരുന്നതാണ് നിരോധിക്കപ്പെട്ട പുകയില. അപ്പം അന്ന് തന്നെ ഇയാളെ ന്യായീകരിച്ച് മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നു. ആലപ്പുഴ ആരെ ന്യായീകരിക്കും അദ്ദേഹം? അതെ, ആലപ്പുഴയിൽ എന്താണ് നമ്മുടെ G സുധാകരൻ ചൂണ്ടിക്കാട്ടിയത് അത് അക്ഷരം പ്രതി സത്യമാണ്. അതായത് സജി ചെറിയാനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി സത്യമാണെന്ന് തെളിഞ്ഞു വന്നിരിക്കുകയാണ്. അന്ന് ഈ ഷാനവാസിനെ പിടിക്കുമ്പോൾ ഈ ലോറി പിടിക്കുമ്പോൾ അത് ലോറി അയാളെ അല്ല, ലോറി അയാളെയാണ്, ഉൽപ്പന്ന ബന്ധമില്ല. ഇത് അയാൾ വാടകയ്ക്ക് കൊടുത്തതാണ്. അതിനകത്ത് ആ വാടകയ്ക്ക് കൊടുത്തത് എന്ത് കൊണ്ടുപോയി എന്നല്ല, വാടകയ്ക്ക് എടുത്തത് കട്ടപ്പനക്കാരൻ ഒരു ജയനായിരുന്നു. അയാൾ പറയുന്നു അയാൾക്കും അറിഞ്ഞുകൂടാ ഇത് പിന്നെ ഇവിടെ അന്തരീക്ഷത്തിൽ നിന്ന് വന്നു. ഇത് അന്തരീക്ഷത്തിൽ നിന്നൊന്നും വന്നതല്ലല്ലോ. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പുകയില കടത്തൽ, ലഹരി കടത്തും വ്യാപകമായിട്ട് CPM DYFI പാറക്കല്ലോ മണലോ കൊണ്ടുപോകുന്ന പോലെ അല്ല ഈ സാധനമാണ് കൊണ്ടുപോകുന്നെങ്കിൽ അറിഞ്ഞിരിക്കും ഉടമസ്ഥൻ. അതല്ല നിരോധിക്കപ്പെട്ട സാധനമാണ് കൊണ്ടുപോകുന്നെങ്കിൽ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവർ കടത്തിയ ലഹരിക്ക് കയ്യും കണക്കുമില്ല. കാരണം CPMന്റെയും DYFIയുടെയും നേതാക്കൾ ലഹരി കടത്തിൽ ഏറ്റവും കൂടുതൽ പിടിയിലായിട്ടുള്ളത് DYFI നേതാക്കളാണ്. കാരണം ഇവർ ഈ പാർട്ടിയുടെ ഈ ഒരു പ്രിവിലേജ് ഉപയോഗിച്ച് പോലീസിനെ വെട്ടിച്ച് കടക്കാൻ നോക്കുന്നു. അപ്പോൾ എന്താ അവർ പോലീസുകാർ ചെയ്യുന്നതെന്നറിയാമോ? അവരപ്പോഴേ പിടിക്കുമ്പോഴേ ചുറ്റിനുമുള്ള പ്രാദേശിക മാധ്യമപ്രവർത്തകരെ എല്ലാം വിളിച്ചു കൂട്ടും. മരാന്നറിയുമ്പോഴേ വിളിച്ചു കൂട്ടി കഴിയുമ്പോഴത്തേക്ക് പോലീസ് പറയും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. മാധ്യമങ്ങളെല്ലാം വന്ന് പടമൊക്കെ എടുത്ത് വാർത്ത എടുത്ത് ഇപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇവനെ അപ്പം അങ്ങ് പുറത്താക്കും. ഈ പിടിച്ചവനെ പുറത്താക്കി ഒരു പ്രസ്താവന ഇറക്കിയതിന് ശേഷമേ മറ്റവൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. അത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പതുക്കെ നമ്മൾ ആരും അറിയില്ല, രഹസ്യമായിട്ട് തിരിച്ചെടുക്കും. ഇപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അന്ന് ആലപ്പുഴയിൽ നിന്ന് കരുനാഗപ്പള്ളി ഹൈവേയിൽ വെച്ച് ഒരു 2023 ജനുവരിയിലാണ് 1 കോടി രൂപ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണെന്ന് പിടിച്ചത്. ഈ ഷാനവാസിൻ്റെ വണ്ടിയായിരുന്നു, ലോറിയായിരുന്നു. അപ്പോൾ ഈ ലോറി ഷാനവാസിൻ്റെയാണ്. അതുപോലെ പുകയില ഉൽപ്പന്നങ്ങളിൽ അയാളുടെ ആണെന്നുള്ളതാണ് പൊതുവെയുള്ള പറച്ചിൽ. പക്ഷേ അയാളെ ക്ലീൻ ചിറ്റ് കൊടുത്ത് അയാളെ ഒഴിവാക്കി വിട്ടു. അപ്പോൾ അതിനകത്ത് രസം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഷാനവാസ് നല്ലവനായ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അന്നും പറഞ്ഞ ആളാണ് മന്ത്രി സജി ചെറിയാൻ. ലോറി അയാളുടെ ആണെങ്കിൽ അയാൾ വാടകയ്ക്ക് കൊടുത്തതാണ്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവർക്ക് പുറത്താക്കേണ്ടി വന്നു. പുറത്താക്കാതെ പിടിച്ചിരിക്കാൻ അന്ന് മാധ്യമങ്ങൾ ഇക്കാര്യം ഏറ്റെടുക്കുകയും പ്രതിപക്ഷം ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തു. പിന്നെ വേറെ വഴിയില്ലായിരുന്നു. അത് പിടിച്ചെടുത്ത് അപ്പം അന്ന് പുതിയൊരു വിവാദം ഉണ്ടായെന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ ലോറി മേടിച്ചത് പാർട്ടിയെ അറിയിച്ചില്ല. അതാണ് പ്രധാനമായിട്ട് അന്ന് പറഞ്ഞിരുന്നത്. 2 ലോറി അങ്ങോട്ട് മറ്റേ വേറെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ പുതിയ ലോറി വാങ്ങിച്ചതിന് പാർട്ടി അറിയിച്ചില്ല. അപ്പം ഇയാൾക്ക് അനധികൃത സമ്പാദ്യമുണ്ട്. ഇതൊക്കെയായിരുന്നു ആരോപണം. അതൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അയാളെ പുറത്താക്കിയത്. ഇപ്പോൾ ഈ നാസർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ജില്ലാ സെക്രട്ടറി, CPMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് എന്താ പരിശുദ്ധനായ കമ്മ്യൂണിസ്റ്റ്. അദ്ദേഹം നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹത്തിനെ ശുദ്ധികലശം ചെയ്ത് വൈറ്റ് വാഷ് ചെയ്ത് വെളുപ്പിച്ചെടുത്തു. അല്ല, മാത്രമല്ല മറ്റു പാർട്ടികൾ പ്രശ്നം ഉണ്ടാക്കി അവിടെ നിന്ന് പുറത്ത് വരെ ഇവർ സ്വീകരിക്കുന്നതിനാണല്ലോ പറയുന്നത്. ഇവർ നേരത്തെ ഇവരെ ചീത്ത വിളിച്ചിരുന്നവരെല്ലാവരും പാർട്ടിക്ക് എടുക്കുമ്പോഴും തെറ്റിതിരുത്തി തിരിച്ചു വന്നു എന്നുള്ള രീതിയിലാണല്ലോ. ഇയാൾക്കെതിരെ അന്വേഷണ കമ്മീഷനൊക്കെ നിയോഗിച്ചാൽ സ്വാഭാവികം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, സർക്കാർ സംവിധാനം ഉപയോഗിച്ച് പോലും ഒരു അന്വേഷണം നടത്തി. അതായത് ആലപ്പുഴ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അന്വേഷിച്ച് ഇതിനകത്ത് പങ്കില്ലെന്നൊരു റിപ്പോർട്ട് SP-ക്ക് കൊടുക്കും. SP അത് ADGPക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട് ചോരുന്നു. കാരണം ഈ റിപ്പോർട്ട് ചോർത്തിയേ പറ്റൂ. കാരണം ഇവനെ നല്ലവനാണെന്നും ന്യായീകരിക്കാൻ വേണ്ടി ഇവനെ ഇങ്ങനൊരു സംഭവം കൊടുക്കുന്നു. അപ്പോൾ അതിലൊക്കെ രസം പാർട്ടിക്ക് പുറത്ത് നിൽക്കുമ്പോൾ പാർട്ടി ചിഹ്നത്തിൽ നഗരസഭയിലേക്ക് മത്സരിച്ചു. അതാണ് കാര്യം.
അതൊരു വലിയ സംഭവം തന്നെയാണ്. ഇപ്പോഴാണ് ഇയാളെ പാർട്ടി തിരിച്ചെടുക്കാൻ ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അവിടെ തീരുമാനിച്ചു. പക്ഷേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന പാർട്ടി എഴുതി കൊടുത്താലേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റുള്ളൂ. ജില്ലാ സെക്രട്ടറി എഴുതി കൊടുക്കണ്ടേ അവിടെ? അതാണ് ഈ വാർത്തകളിലാണ് നമ്മളിത് കണ്ടത്. ഇതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ ഇന്ന് രാവിലെ വന്ന വാർത്തകളിൽ കണ്ട കാര്യമാണ്. അതായത് ഇയാളെ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിച്ചതെന്നും പാർട്ടി തിരിച്ചെടുക്കുന്നതിന് മുമ്പ് പാർട്ടി ചിഹ്നത്തിലാണ് തൊണ്ടൻകുളങ്ങര വാർഡിലാണ് മത്സരിച്ചാൽ ജയിച്ചെന്ന് തോന്നുന്നു. ജയിച്ചു, അതാണ് മത്സരിച്ച് അയാൾ ജയിക്കുകയും ചെയ്തു. പിന്നെ ഇപ്പം ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് സജി ചെറിയാൻ പങ്കെടുത്തിട്ടുണ്ട് യോഗത്തിൽ. സജി ചെറിയാൻ ഇതിനു വേണ്ടിയാണ് പങ്കെടുത്തത്. ഇയാളെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് പങ്കെടുത്തത്. സ്വന്തം സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ച് എങ്ങനെ വെള്ളപൂശി ഇവനെ ഇറക്കാമെന്ന് സജി ചെറിയാനെ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയത് പിന്നെ മല്ലപ്പള്ളിയിൽ നടത്തിയ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം, അത് ഇവരുടെ തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ ലൈവായിട്ട് പോയ സംഭവത്തിൽ ഭരണഘടന ഗുണ്ടവും കുടച്ചക്രവുമാണെന്ന് പറഞ്ഞ ആ പ്രസംഗം, അങ്ങനെ ഒരു പ്രസംഗം നടന്നിട്ടില്ല എന്ന് പോലീസിനെ കൊണ്ട് റിപ്പോർട്ട് എഴുതിച്ച ആളാണ് സജി ചെറിയാൻ. അല്ല, അതിനുള്ള പ്രത്യേക കഴിവ് അവർക്ക് എല്ലാവർക്കും തന്നെയാണ്. എന്നിട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയാൾ തിരിച്ചു മന്ത്രിയായി. രാജിവെച്ച മന്ത്രി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയായി. ആ റിപ്പോർട്ട് ഇപ്പോഴും ഹൈക്കോടതി കിടക്കുകയാണ്. അതിന് ഇയാളെ കുറ്റമുക്തനായിക്കൊണ്ടുള്ള തിരുവല്ല കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. അതെ. അപ്പം അത്രയും നന്നായിട്ട് ഒരു സർവരും കണ്ട ഒരു വിഷയം ഇപ്പോഴും എല്ലാവരുടെയും കൈവശമുള്ള അയാളുടെ പ്രസംഗം, അത് തൻ്റെ ആരോ മോർഫ് ചെയ്തതാണ്, ഇതിന്റെ ശബ്ദപരിശോധന തൻ്റെ അല്ല, ശബ്ദ സാമ്പിൾ എടുക്കുന്നു, എന്തൊക്കെ ബഹളമായിരുന്നു. ഗൗതമാഷ ആയിരുന്നെങ്കിൽ ഇത് AI ആണെന്ന് പറഞ്ഞാൽ, എന്താണെങ്കിലും പുകയില ഉൽപ്പന്നങ്ങൾ പോലും AI ആണെന്ന് പറഞ്ഞാൽ, എന്തായാലും ഇവർക്കറിയാം ഈ കേസ് ഓരോ മുട്ടാത്തർക്കങ്ങൾ പറഞ്ഞ് മുട്ടി മുന്നോട്ട് കൊണ്ടുപോകാം. 5 കൊല്ലം കഴിഞ്ഞാലും ഇത് തീരത്തില്ല. അതിനോടകം സജി ചെറിയാൻ അവർക്ക് വീണ്ടും മന്ത്രിയാക്കണം. അതിന് ചെങ്ങൻ തിരുവല്ല DYSP ആയിരുന്ന രാജപ്പനാണ് അദ്ദേഹത്തെ അനുകൂലിച്ച് റിപ്പോർട്ട് കൊടുത്തത്. ആ രാജപ്പൻ ഇപ്പോൾ ഒരു കേസ് സസ്പെൻഷനിലാണ്. അയാൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇയാളുടെ സസ്പെൻഷൻ ഒഴിവാക്കാനോ ഇയാളെ തിരിച്ചിതുവരെ സർവീസിൽ കയറ്റാനോ ഈ സജി ചെറിയാനോ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് അതിനകത്ത് ഏറ്റവും രസം. രാജപ്പൻ റാവുത്തർ എന്ന് പറഞ്ഞാൽ DYSP സസ്പെൻഷനിലായിട്ട് ഇപ്പോൾ 1 വർഷത്തോളം ആകാൻ പോകുന്നു. കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഇത് സസ്പെൻഷനിലാകുന്നത്. എന്താണ് സംഭവം എന്നറിയാമോ? കോന്നിയിൽ ഒരു പെൺകുട്ടിയെ ഒരു അഭിഭാഷകൻ പീഡിപ്പിച്ച കേസുണ്ടായിരുന്നു, പോക്സോ കേസ്. ആ പോക്സോ കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്നും പറഞ്ഞ് അയാളെ സസ്പെൻഡ് ചെയ്യുന്നത്. അയാളെ സസ്പെൻഡ് ചെയ്തത് അന്നത്തെ SP ഇയാളുടെ വിരോധത്തിൻ്റെ പുറത്ത് ഈ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് അപ്പോൾ ഒരു CI കൂടെ സസ്പെൻഷനിലായി. കോന്നിയിലെ CI ശ്രീത്ത് എന്ന് പറഞ്ഞ CI സസ്പെൻഷൻ. അപ്പോൾ അതിനകത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സസ്പെൻഷൻ ഒഴിവാക്കാനും ഈ സസ്പെൻഷനിൽ പെട്ട ആളെ തിരിച്ചെടുക്കാനും സജി ചെറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അയാളുടെ പാർട്ടിയിൽ വന്നയാളെ തിരിച്ചെടുത്തു. നമ്മൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വഴിവിട്ട് പ്രവർത്തിക്കാൻ, സർക്കാർ സംവിധാനങ്ങൾ വഴിവിട്ട് പ്രവർത്തിക്കാൻ സഹായിച്ച ഉദ്യോഗസ്ഥർ അവിടെ കിടന്ന് നരയിക്കുകയാണ്. അതെ, അത് ഇനി ഭാവിയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഈ എപ്പോഴും ഉദ്യോഗസ്ഥന്മാർ തന്നെ ആയിരിക്കും വെട്ടിലാവും. ഇവർ പറഞ്ഞ വാക്കും കേട്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട് ഓരോ അബദ്ധങ്ങൾ ചെന്ന് ചാടുന്ന ഉദ്യോഗസ്ഥ അവസാനത്തിൽ നമ്മൾ എത്രയോ ഉദാഹരണം നമ്മളെ മുന്നിലുണ്ട്. രാഷ്ട്രീയക്കാരൻ വാക്കാൽ പറയും, ഉദ്യോഗസ്ഥൻ നടപ്പിലാക്കും, പിന്നെ അവസാനം ഉദ്യോഗസ്ഥനെ തലക്കിരിക്കും, രാഷ്ട്രീയക്കാരൻ കൈവലത്തിൽ കാണിക്കും. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തി എല്ലാവരും കണ്ടു. അതുപോലെ നമ്മുടെ വീണയുടെ പെടലി പിടിച്ച് ഉളുക്കിയതുപോലെയാണ്, ഓടിച്ചതുപോലെയാണ്. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഇത് ഈ ഷാനവാസിനെ പോലെയുള്ള ആൾക്കാരെ ഇപ്പോൾ പാർട്ടിയിലേക്ക് ഇവർ തിരിച്ചെടുക്കുന്നത് ഇവർ തന്നെ ഉണ്ടാക്കിയ, ഇവർ തന്നെ കെട്ടിച്ചമച്ച ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ലോറിയും പുകയില ഉൽപ്പന്നങ്ങളും ഷാനവാസിൻ്റെ ആണെന്ന് ഇവർക്കും അറിയാം, നാട്ടുകാർക്കെല്ലാം അറിയാം. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു? ഇവർ പോലീസിനെ ഉപയോഗിച്ച് അയാളെ അതിൽ നിന്ന് ഒഴിവാക്കുന്നു. അയാളിത് വാടകയ്ക്ക് കരാർ കൊടുത്തതിന് ഒരു രേഖയുണ്ടാക്കുന്നു. അങ്ങനെയെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അയാളെ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടി ചിഹ്നം കൊടുത്ത് മത്സരിപ്പിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ സമ്പൂർണ്ണ പരിശുദ്ധനാക്കി അദ്ദേഹത്തെ വീണ്ടും പാർട്ടിയിലേക്ക്. ഈ 80-ലെ നാനാര മന്ത്രിസഭയുടെ കാലത്ത് സ്പിരിറ്റ് മുമ്പ് പോകണമെന്നാണ് വലിയ സംഭവം ഉണ്ടായത്, ഓർമ്മയുണ്ടല്ലോ. അന്ന് ഇതുപോലെ തന്നെയായിരുന്നു. പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെയാണ് സ്പിരിറ്റ് കടത്തിയതിൻ്റെ പിന്നിൽ അന്നുണ്ടായിരുന്നത്. അവസാനം അവരെല്ലാം വിശുദ്ധരായി തിരിച്ചെത്തി. കുറച്ച് പാവപ്പെട്ടവന്മാരെ പുറത്താക്കി എന്തോ ചെയ്തിട്ടുണ്ട്. അല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയ നേതാക്കന്മാരെല്ലാം അവർ സുരക്ഷിതർ തന്നെയായിരുന്നു. അതാണ് കാര്യം. അപ്പോൾ എന്തായാലും ഭരണം പോകുന്ന ഉറപ്പായി. ഭരണം പോകുമ്പോൾ ഉറപ്പായപ്പോൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് നമ്മൾ എന്തൊക്കെ വിക്രിയകൾ കാണിക്കണം എന്നുള്ളതിൻ്റെ ഡ്രസ് റിഹേഴ്സലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.